എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. വൈകിട്ടതും നാളെ രാവിലത്തേക്കും ഇന്ന് വൈകിട്ടത്തതും നാളെ രാവിലത്തെ ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് നാളത്തേക്കുള്ള അപ്പത്തിനുള്ള അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊഞ്ചുണ്ട് കേട്ടോ, നമ്മുടെ ചെമ്മീൻ. അപ്പം നമുക്കൊന്ന് തോരൻ വെക്കണം. പിന്നെ മീനുണ്ട്, മീൻ കറി വെക്കണം. അപ്പം വൈകിട്ടത്തേക്കുള്ള ഡിന്നറിനുള്ള എല്ലാം സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊഞ്ച് തോരനായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറുകപ്പട്ടയും അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയെല്ലാം തട്ടിയിട്ട് വഴറ്റുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൊഞ്ചും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുരുമുളക് പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളവും വെച്ച് ഉപ്പും ഇട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ കറി വെക്കണം. അതാണ് ഇനി അടുത്ത് നമ്മുടെ പ്രോസസ്സ്. ഇത് ഞാൻ കരുതിയത് ഉണ്ണിമേരി മീനായിരിക്കുമെന്ന്. നിങ്ങളിതിൻ്റെ പേര് കേട്ട് ചിരിക്കേണ്ട. നമ്മുടെ ഒരു പഴയ സിനിമ നടിയുടെ പേരാണ് ഉണ്ണിമേരി. എന്താണെന്ന് വെച്ചാൽ ഈ സെയിം തന്നെ മീൻ ഞങ്ങൾക്ക് വേറെയുണ്ട്, ചുമന്ന കളറ്. അതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയായിരിക്കും. ആ തൊലി ഇരിച്ച് കളഞ്ഞിട്ടാണ് നമ്മളത് കറി വെക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഈ മീനാണെന്നുണ്ടെങ്കിൽ തൊലി ഇരിക്കണ്ടായിരുന്നു, നിറച്ച് ചെതമ്പലായിരുന്നു. ചെതമ്പൽ ചിരണ്ടി കളഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ഈ മീൻ പൂമീൻ എന്ന് പറയുന്ന മീനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് ഉണ്ണിമേരി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞല്ല, ഇത് പൂമീനാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മീൻ കഷ്ണമാക്കി എടുക്കണം. ഞാൻ നേരത്തെ തന്നെ വെട്ടി വൃത്തിയാക്കി വെച്ചിരുന്ന മീനായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടില്ല, കഷ്ണങ്ങളാക്കിയാൽ മാത്രം മതി. പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരുവിധം വലിയ തലയുള്ള മീനൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലയൊന്നും കളയാറില്ല കേട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ പൂവും അഴുക്കും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അരപ്പ് ചേർത്ത് ഞങ്ങൾ വറക്കും. അങ്ങനെയാണ്, അതിൻ്റെ തലയൊന്നും കളയത്തില്ല. പ്രത്യേകം വറ്റിക്കത്തതുമില്ല, ഇങ്ങനെ വറുത്തെടുക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് ആ മീൻകറി വെക്കാനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്യണം, തക്കാളിയും സവാളയൊക്കെ. ഇത് കമ്പിളി നാരങ്ങയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കമ്പിളി നാരങ്ങയെന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ. പാർത്തമ്മന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുത്തതാട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ നന്നായിട്ടൊന്ന് കാണിക്കാൻ ഞാൻ അവനോട് പറയുന്നുണ്ട്. കണ്ടോ, ഇതാണ് സംഭവം കേട്ടോ. പണ്ടൊക്കെ നമുക്ക് സ്കൂളിന് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇത് കഴിക്കാനേ തോന്നാറില്ല. പക്ഷേ ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ്ട് നമ്മുടെ കൊഞ്ച് തോരനപ്പോഴത്തേക്കിനും ശരിയായിട്ടുണ്ട്. എല്ലാം വെള്ളമെല്ലാം വറ്റി നല്ല തോരൻ പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മീൻ കറി വെക്കാം. ചട്ടി വെക്കുക, ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക, വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനാണെങ്കിൽ ഇവിടെ ഇഞ്ചിയാണെങ്കിൽ കുറേ അധികം വാങ്ങിച്ചിട്ട് തോനെ ഇഞ്ചി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. അത് ചിരണ്ടിയിട്ടൊന്ന് വൃത്തിയാക്കി വട്ടത്തിലരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കും. ഉണക്കിയൊരു ടിന്നിനകത്തിട്ട് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുടിവെള്ളം തിളപ്പിക്കുന്നതിനകത്തോട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ എടുക്കുമോ. പിന്നെ ഇതേപോലെ കറിക്കൊക്കെ എടുക്കാം, നശിച്ചു പോകത്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. എല്ലാ കറിക്കകത്തും ഇടാൻ എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തോനെ ഇഞ്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ പഴുത്ത് പന്നലായി പോകത്തതുമില്ല. ഒരു ടിന്നിനകത്തിട്ട് അങ്ങ് വെച്ചിരുന്നാൽ മതി. അരിഞ്ഞ് നന്നായിട്ട് ഉണക്കി വെള്ളം എല്ലാം അതിൻ്റെ ജലാംശം എല്ലാം കളഞ്ഞതിന് ശേഷം അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ കറിക്കകത്തും നമുക്ക് ഇഞ്ചിക്ക് ഒരിക്കലും ക്ഷാമം വരത്തില്ല. എല്ലാ കറിക്കും നമുക്ക് എളുപ്പം എടുത്തിടുകയും ചെയ്യാം. അപ്പം നമുക്കിതാ നമ്മുടെ മീൻ കറിക്കുള്ള നമ്മുടെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ വഴണ്ട് സെറ്റായിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന അരപ്പാണെങ്കിൽ ഒന്ന് അരച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സംഭവങ്ങളൊന്നും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ടാണ് ഞാൻ ഈ കടുക് വറുത്തതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, കുടംപുളി ഇട്ട് പരുവത്തിന് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിക്കുന്നത്. പിന്നെ നമ്മുടെ അപ്പുറത്ത് ചട്ടിയിലേക്ക് നമുക്ക് നമ്മുടെ തല ഫ്രൈ ചെയ്യാൻ എടുക്കാം. അങ്ങനെ തലയും ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നമുക്ക് എല്ലാം റെഡിയായി. നമ്മുടെ മീൻതല വറുത്തതും കൊഞ്ച് തോരനും ചോറാണത് കേട്ടോ. ചോറ് രാവിലെ ആയതാണ്. പിന്നെ അതൊന്ന് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറിയും. പിന്നെ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വൈകിട്ടത്തെ പരിപാടീസ് തീരണം. ഇത് നമ്മുടെ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ അരിയാണ് കേട്ടോ. നാളത്തേക്ക് അപ്പമാണ് മെനു രാവിലെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ നോക്കി ചിരിച്ചത്. പിന്നെ നമ്മുടെ അപ്പം ആയതുകൊണ്ട് തന്നെ ഞാൻ ഈസ്റ്റ് ചേർക്കാറുണ്ട്. ചിലവർ ഈസ്റ്റ് ചേർക്കത്തില്ലായിരിക്കും. എപ്പോഴും ഒന്നും നമ്മൾ അപ്പം ഉണ്ടാക്കത്തില്ല, വല്ലപ്പോഴൊക്കെയല്ലേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്
വെക്കുകയാണ് കേട്ടോ. എങ്കിലേ നല്ല നമ്മുടെ പരുവത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ അപ്പത്തിൻ്റെ മാവായി വരത്തുള്ളൂ. അതോടെ നമ്മുടെ ഇന്നത്തെ പരിപാടി വൈകിട്ടത്തെ കഴിഞ്ഞിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതല്ല, അടുത്ത ദിവസത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അത് നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, അപ്പത്തിനുള്ള മാവ്. ഇത് നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിക്ക്. ഇത് നമ്മുടെ ചായ തിളയ്ക്കുന്നു. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി ആരംഭിക്കാം. നമ്മൾ കാടമുട്ട വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പം ഒരു തട്ടിക്കൂട്ട് സ്റ്റൂ ഉണ്ടാക്കാനാണ്. അപ്പം ഞാൻ തന്നെ എല്ലാത്തിലേക്ക് 2 മുട്ടയും കൂടെ പുഴുങ്ങി വിടാമെങ്കിൽ സൂപ്പറായിരിക്കുമല്ലോ. നമ്മുടെ അപ്പം എണ്ണപ്പുറത്തുനിന്ന് ആവുന്നുണ്ട്. നമ്മുടെ സ്റ്റൂവിനകത്തേക്ക് ഇടാനുള്ള കാടമുട്ടയും തയ്യാറായില്ല, വെച്ചിട്ടുണ്ട്. നമ്മുടെ തട്ടിക്കൂട്ട് സ്റ്റൂ തയ്യാറാക്കുകയാണ്. അപ്പം അതിനായിട്ട് അതാ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം കറുവാപ്പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അല്ലാതെ ഇതിലിട്ട് വഴറ്റിയതിന് ശേഷം വെള്ളം വെച്ച് വേവിക്കുകയല്ല. ആദ്യം തന്നെ ഉപ്പിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ഒന്ന് ഉടയ്ക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തവി വെച്ചൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കും. എന്നിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി അതിലേക്ക് പിന്നെ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയുടെ പൊടിയും എല്ലാം കൂടെ ചേർത്ത് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ എൻ്റെ സ്റ്റൂ മഞ്ഞിച്ചിരിക്കാൻ കാരണം ഇവിടുത്തെ വെള്ള സ്റ്റൂ അങ്ങോട്ട് ആർക്കും വലിയ പിടുത്തമല്ല. പാർത്തമോനേ ഉള്ളൂ വെള്ള സ്റ്റൂ ഇഷ്ടം. അണ്ണന് കൊടുക്കുമ്പോൾ വെള്ള സ്റ്റൂവിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ മഞ്ഞ കളർ സ്റ്റൂ ആക്കി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് ഉപ്പിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും. പിന്നെ നമ്മുടെ പാർത്തമ്മ എന്താ അവിടെ റെഡിയായി പോയിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അവന് സ്കൂളില്ല, ട്യൂഷന് മാത്രമേ ഉള്ളൂ. പോയിട്ട് ഇപ്പോൾ വരും. അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥി പോയിരിക്കുന്നു. അങ്ങനെ കുളിയും ജപമൊക്കെ കഴിഞ്ഞു. ഇപ്പം തണുപ്പായതുകൊണ്ട് ഞാനിപ്പം നേരം വെളുത്തിട്ടാണ് കുളിക്കുന്നത് കേട്ടോ. എനിക്ക് അലർജി ഉണ്ട്, മഞ്ഞിൻ്റെ തണുപ്പിൻ്റെ ഒക്കെ അലർജി ഉണ്ട്. അതുകൊണ്ട് വെളുപ്പിന് കുളി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ നേരം വെളുത്ത് കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? ഞാൻ നിങ്ങളെ ഇത് ഈ ഉടുപ്പ് നന്നായിട്ട് കാണിക്കാവേ, എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയണേ. ഇതിൻ്റെ കയ്യിലും അടിഭാഗത്തൊക്കെ ആയിട്ട് ഇതേപോലുള്ള സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പം കഴുത്തൊക്കെ നല്ല കഴുത്താണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ, എനിക്ക് ചേരുന്നുണ്ടെന്ന്. പിന്നെ എൻ്റെ വക കുറച്ച് പട്ടി ഷോയും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കുഞ്ഞു വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.